ബഹുമാനപ്പെട്ട മാമുട്ടി ഹാജി കഴിഞ്ഞ ദിവസം മൗത്തായിപ്പോയി. അള്ളാഹു അവരെ ദറജ ഉയർത്തട്ടെ. നമ്മളെ സദസ്സിലൊക്കെ മുന്നിൽ തന്നെ വന്ന് നമുക്കൊക്കെ മാതൃകയായ മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഒരു കാലത്ത് ഇവർക്ക് വേണ്ടി എല്ലാ പണിയെടുത്തതാണ് ഒരു കാലം. പിന്നീട് ഒന്നിനായ ശൈഖുനയുടെ കൂടെ വന്നപ്പോൾ അവരെയും അവിടെ കൂടെയുള്ള ആചാര്യം കൂടി മർക്കസിൽ വിളിപ്പിച്ചു. ശൈഖുനയുടെ കൂടെ പോകരുത് എന്ന് പറയാൻ വലിയ മുഷാവറ അംഗങ്ങളൊക്കെ ഇരുന്ന് ആചാര്യ ചോദിച്ചു, ഞങ്ങളെ ശൈഖുനാക്ക് ശരീഅത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ, അതായത് മൂലഭാഷയിൽ പറഞ്ഞു ദീനിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒഴിവാകാമെന്ന് പറഞ്ഞു. അതിൽ മറ്റേയാളുണ്ട് കുറ്റ്യാടിക്കാരൻ, അയാളൊരു 1.5 മണിക്കൂർ ഒരു പ്രസംഗം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്, ഒന്നിനും പറ്റാത്തതാണ്, അങ്ങനെ പറയണമെന്നാ പറഞ്ഞു. ഇങ്ങനെ ഇവരെ കുറേ മഹത്വങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു. അയാൾ അങ്ങനെയാണ് വലിയ ദർശനത്തിന്. എന്ത് ദർശനത്തിന്? ഞങ്ങൾ മസാല വായിച്ചിട്ട് അപ്പുറത്തുനിന്നൊരു ആൺകുട്ടി ഇറങ്ങിയോ? ഞങ്ങൾ ഫിഖ് വായിച്ചിട്ട് അപ്പുറത്ത് വന്നിട്ട് എന്നെ ഗണ്ണിക്കാൻ നിങ്ങളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഒറ്റ ഒന്നുണ്ടായോ? ഈ 1/2 മണിക്കൂർ പ്രസംഗം കഴിഞ്ഞിട്ട് ആചാര്യോട് ചോദിച്ചു, ഇപ്പം മനസ്സിലായില്ലേ ഞങ്ങളെ ഉസ്താദിൻ്റെ കുഴപ്പം? മുമ്പ് എഴുന്നേറ്റ് പറഞ്ഞു, ഇപ്പം മനസ്സിലായി ഞങ്ങളെ ഉസ്താദിന് ഒരു കുഴപ്പമില്ല. കാരണം 1/2 മണിക്കൂർ പ്രസംഗിച്ചിട്ട് ശൈഖുനാക്കുള്ള ഒരു അബദ്ധം പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങളെ സമസ്തൻ്റെ പവർ ആരാ ചോദിച്ചെന്ന് ചോദിച്ചു. മൂപ്പരിറങ്ങിപ്പോന്ന് ഞങ്ങളെ കിട്ടൂല എന്ന് പറഞ്ഞു. ധൈര്യസമേതം ഈ സംഘത്തിൻ്റെ മുന്നിൽ നിന്ന ആളാണ് വന്യരായ മാമുട്ടി ഹാജി. അള്ളാഹു അവർക്ക് ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. മറ്റേ നമ്മളെ കൂറ്റമ്പാറയിലുള്ള മൊയിലേരാണ് മുക്കത്ത് വന്ന് പ്രസംഗിച്ചതെന്ത്? ഞങ്ങളെ സംഘടനയിൽ നിന്ന് പോയാൽ മയ്യത്ത് സ്കരിക്കാൻ ആരും വരൂല, പള്ളിയിൽ സ്ഥലമല്ലേ എന്ന് മക്കളെ. ഇനി ആരും വന്നില്ലെങ്കിൽ എന്താ, ഒരൊറ്റ ആള് വന്നില്ലേ, പിന്നെന്തിനാള്? അതിനാണല്ലോ ഞങ്ങളിതിൽ നിൽക്കുന്നത്. എന്നെ പിടിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. അത് പറയുന്ന സ്വാഹിബുൽ വക്തുകളായ മശായിഖന്മാരെ പിടിക്കാൻ നോക്ക്. അല്ലാതെ ലക്ഷക്കണക്കിന് ആളുണ്ട് പറഞ്ഞിട്ട് പറ്റിയ ഒറ്റൊന്നും വേണ്ടേ. ബലിങ്ങനെ കണക്കൂട്ടിയല്ലോ, മഹ്ദിയിലൊക്കെ വരുന്ന എത്ര ആൾക്കാരാ, ലക്ഷങ്ങളാണ്. ഒരു 40-ൽ ഒരു വലിയുണ്ട് എന്നാണ്. അപ്പം എത്ര 40 ഉണ്ടാകും? അതിലെത്ര വലിയുണ്ടാവും? ഈ 40 മുഅ്മിനാവണോ യഥാർത്ഥ ഓലിലാണുള്ളത്? ഈ ലക്ഷങ്ങൾ കൂടി ഒറ്റ മുഅ്മിനെ കാണിക്കാൻ പറ്റുമോ? എന്നിട്ട് അത് 40 ഉണ്ടായിട്ട് വേണം ഒരു വലിയ നോക്കാൻ.